അതല്ലെങ്കിൽ ഹിന്ദു ഹൈസ്കൂളിലോ ഇവിടെയൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഇപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരെണ്ണം ലേഔട്ടാക്കി റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക്, മറ്റതിപ്പോൾ പല പണച്ചാർട്ടുകളും ഷോപ്പിംഗ് കോംപ്ലക്സിലും പഠിക്കുന്ന അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്ന സമയം. എന്നാൽ അന്നും ഇന്നും മിഷൻ സ്കൂളെല്ലാം തലയോട്ടി കുറിച്ച് നിന്നിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ടീച്ചേഴ്സ്, അന്നത്തെ ടീച്ചേഴ്സും ഇന്നത്തെ ടീച്ചേഴ്സും. അന്നത്തെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ വീട്ടുമാഷ് എല്ലാവർക്കും അറിയാം. നേരത്തെ നമ്മുടെ സച്ചാറിനെ സൂചിപ്പിച്ച പോലെ ജെയിംസ് ബോണ്ട് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ പാൻസ് ഷർട്ടിന്റെ ഇഞ്ചിയുടെ ചൂരൽ, നല്ല നീളമുള്ള ചൂരലായിരിക്കും. അതിങ്ങനെ പുറകിൽ വെച്ചിട്ട് ഒരു കാല് ചുമലിനോട് ചേർത്ത് വെച്ചാൽ നിർത്തും, കാല് പൊക്കി. നമ്മളെങ്ങനെ ആ വഴിക്ക് പോവുകയില്ല. ഈ പറഞ്ഞ ഞാനടക്കം വന്ന് വീട്ടുമാഷം കണ്ടാൽ നേരെ അപ്പുറത്തോട് തിരിച്ചു പോകണമെന്നാണ്. ഇന്നിപ്പോൾ ദൈവസാഹിത്യ അദ്ദേഹത്തെയാണ് ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു പിതൃതുല്യനായിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ. എന്ത് പരിപാടി മിഷൻ സ്കൂളിൽ എന്ത് പരിപാടി സാറെ കൊണ്ടുപോകുന്ന ഞാൻ ആദ്യം വിളിക്കും, മാസ്റ്റർ വരുന്നില്ലേ പോണ്ടേ എന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തെ കൂട്ടി തരും. പക്ഷെ ആ സമയത്ത് ഇപ്പോൾ ഏറ്റവും ഭയപ്പെട്ടിരുന്ന പേടിച്ച് വരുത്തിയിരുന്നതാണ് വീട്ടുമാഷ്. അപ്പൊ അന്നതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തത് സത്യത്തിൽ എല്ലാവരും അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് വീട്ടുമാഷി സാമ്പിൾ പ്രശ്നങ്ങളുടെ ഏകദേശം എല്ലാ സ്റ്റുഡൻസും ഫ്രണ്ടിലേക്ക് വന്ന് പറഞ്ഞു, സാറെ ഓർമ്മയുണ്ടോ എത്ര തല്ലി കിട്ടിയതായിരിക്കും. സാമ്പിൾ മാഷി കൂടെ പറയേണ്ടത് എത്ര തല്ലിയാ തല്ലിക്കുന്ന സത്യാനോടും ആസാദിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എത്ര തല്ലിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നന്നാവാൻ വേണ്ടിയായിരുന്നു. നമുക്കത് ഇപ്പോഴാണ് അത് ബോധ്യം വരുന്നത് അല്ലേ. എന്നാലും അങ്ങനൊരു ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സെക്രട്ടറി നിലയ്ക്ക് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുള്ളത് ചോദിച്ചില്ല. നമ്മുടെ മിഷൻ സ്കൂളിൽ 150 വർഷം ആഘോഷിച്ചതെല്ലാം വന്നിട്ടുണ്ടാവും. അത് കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുപേർക്ക് വന്നില്ലേ. നമ്മുടെ മിഷൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 154-155 വർഷങ്ങളായി. 150 വർഷങ്ങളോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അന്ന് ബോർഡ് സ്റ്റുഡൻസും അതുപോലെ മാനേജ്മെന്റ് കമ്മിറ്റിയും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ 10 മുറികളുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും കുറച്ച് ടീച്ചേഴ്സും ഇവരെല്ലാവരും കൂടി സംഭാവന ചെയ്യും. അപ്പൊ ആ ബാച്ച് ഇപ്പോഴും നമ്മുടെ ഡെന്നി സാർ പറഞ്ഞ ഇപ്പോഴും 83 ബാച്ച് എല്ലാവരും അറിയാം. നമ്മുടെ ജമാൽ സൺസ് വാറ്റേഴ്സ് ഞങ്ങളുടെ ബാച്ചായിരുന്നു 83 ബാച്ചായിരുന്നു. പെട്ടെന്നുള്ളൊരു ആക്സിഡന്റിൽ 2 പേരും മരിച്ചു. അപ്പൊ അവരെ ഓർമ്മയ്ക്കായി ഞങ്ങൾ എല്ലാ വർഷവും അവിടെയുള്ള 2 കുട്ടികൾക്ക്, ഒന്ന് ആർട്സ് ആൻഡ് സ്പോർട്സിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത കുട്ടിക്ക്, അതുപോലെ അക്കാഡമിക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടിക്ക് 2 പേർക്കും ക്യാഷ് അവാർഡ് മെമ്പേഴ്സ് ഇപ്പോഴും ഞങ്ങൾ കൊടുത്തുകൊണ്ടുവരുന്നുണ്ട് 83 ബാച്ചിന്റെ. അപ്പോൾ സ്കൂള് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു രജിസ്ട്രേഷൻ, അതായത് എത്ര പേർക്ക് അതിൽ രജിസ്റ്റർ ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും ആസാദ് 2 പേരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഒരു പ്രത്യേക ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോമാണ്. ആ ഫോമിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്തത് ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്യൂച്ചറിൽ വരുന്ന പരിപാടികളിൽ 86-87 ബാച്ചിനും ഒരു ഭാഗമാക്കാം. അത് 2 പേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാം, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് സുഹൃത്തുക്കൾ. അതിനുശേഷം നമ്മൾ കോളേജിൽ പഠിച്ചു, പല പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചു, പല തൊഴിലിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പാടുകളല്ല ആത്മാർത്ഥമായിട്ട് സച്ചിദാനന്ദ പറഞ്ഞ നെഞ്ചിത്തൊട്ട് പറയാൻ ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ. നമ്മളിപ്പോൾ മിഷൻ സ്കൂൾ കഴിഞ്ഞു, കോളേജ് പ്രീ ഡിഗ്രി അന്ന് പ്ലസ് ടൂല് പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഓരോ പ്രൊഫഷണൽ കോളേജ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളും അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളും എന്ന് പറയണമെങ്കിൽ നമ്മുടെ കൂടെ മിഷൻ സ്കൂൾ പഠിച്ചു. എന്നെ സംബന്ധിച്ചു ഞങ്ങൾ ഇതേപോലെ കഴിഞ്ഞൊരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഫാമിലി മീറ്റിംഗ് 94 ഫാമിലിയാണ് മിഷൻ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു. 94 ഫാമിലി ഇൻക്ലൂഡിങ് ഗേൾസിന്റെ ഈ പറഞ്ഞ പോലെ അമ്മമാരെ അയാൾ വെച്ചാൽ പൂർവ്വ വിദ്യാർത്ഥിനികളും കൂടി 94 ഫാമിലി പങ്കെടുക്കും. അപ്പൊ അതുപോലെ ഈ നിങ്ങൾ സി എന്നുള്ളത് മാറ്റിയിട്ട് ആസാദിനോട് സൂചിപ്പിക്കുകയായിരുന്നു. ഈ 10C എന്നത് കുറച്ചുകൂടി വിപുലീകരിച്ച് ആ ABCDEFGF വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഉൾപ്പെടുത്തി, ഓൾഡ് സ്റ്റുഡൻസിനെയും ഉൾപ്പെടുത്തി ഒരു മെഗാ അല്ലെങ്കിൽ ഒരു വലിയ കുടുംബമേള സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ആസാദും സച്ചാദിനും അല്ലെങ്കിൽ മറ്റുള്ള ഭാരവാഹികളും ഏറ്റെടുത്ത് ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നു, മറ്റേ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്നു, നമ്മളെ ഫുഡ് കഴിക്കണം, എൻജോയ് ചെയ്യണം. അത് മാത്രം പോരാ, നമ്മളെയൊക്കെ ഈ രീതിക്കാക്കിയ സ്കൂളിൽ നമ്മൾ ഇന്ന് ഓർക്കണം. നിങ്ങളുടെ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ഇൻ ദ സെൻസ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിന്നല്ല, എന്നും നമ്മുടെ സ്കൂളുകാരെ ഓർക്കുക. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, അവിടെ പാവപ്പെട്ട ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ. എല്ലാവരും ഇപ്പോൾ വെൽ സെറ്റിലായിരിക്കും, അതല്ലാത്തവരാരും കൂടെ വരില്ല. ഞങ്ങളുടെ ബാച്ചില് ഒരാൾ മാത്രമേ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്.
അദ്ദേഹം തലേ ദിവസം വരെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പറഞ്ഞു നാളെ ഞാൻ വരുന്നില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്തോ വെച്ചാൽ നിങ്ങളുടെ വലിയ പൊസിഷനിൽ ഞാനൊരു ഓട്ടോ ഓടിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ നിർബന്ധിച്ച് അവിടെ വിളിക്കും. ആ അദ്ദേഹം അന്ന് ഏറ്റവും കൂടുതൽ സംഭാവന തന്നെയാണ് ആ ഓട്ടോ ഡ്രൈവർ. കാരണം എന്താ എനിക്ക് സ്കൂളിൽ വേണ്ടി ഞാൻ പഠിക്കാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണ്, സ്കൂളിൽ കയറാൻ ടീച്ചേഴ്സിന് കുഴപ്പം കൊണ്ടല്ല. അത് പറഞ്ഞാൽ എല്ലാവരും സ്കൂളിൽ ഓർക്കുക, നമ്മളൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിച്ചതിന്റെ ഗുണമാണ്. അത് എല്ലാവരും ഓർത്ത് സ്കൂളിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് വ്യക്തികൂടെ അഭ്യർത്ഥിക്കുന്നു നിർത്തുന്നു. ഇതിലെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും. ഈ 86, 87 ബാച്ചിന് എല്ലാവിധ ഭാവങ്ങളും ഇതുപോലെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൂടട്ടെ എന്ന് മാത്രം ആശംസകളും നിർത്തുന്നു. നമസ്കാരം. എല്ലാം ശ്രദ്ധയിൽ ഉണ്ട്. വരും കാലങ്ങളിൽ ഉള്ള കൂട്ടായ്മകൾക്കും അതുപോലെ ഡെന്നി സാർ പറഞ്ഞ പോലെ സ്കൂളിനെ എപ്പോഴും ഒരു മുഖമുദ്ര പതിപ്പിക്കാനും ഒക്കെ നിങ്ങളുടെ ശ്രമങ്ങളുടെ കാലത്തും നിങ്ങളുടെ 86, 87 ബാച്ചിന്റെ ചെറിയൊരു സ്നേഹോപകാരം അധ്യാപകർക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. അത് സ്വീകരിക്കണമെന്ന് അധ്യാപകരോട് അഭ്യർത്ഥിക്കുകയാണ്. അത് നൽകാനായിട്ട് അത് പീറ്റർ മാഷിക്ക് ഒരു സ്നേഹോപകാരം നൽകാൻ ഇടിയെ വിളിക്കുന്നു. ഗിരിപ്രകാശ് പിന്നെ ഞങ്ങളുടെ സാമാഷിക്ക് ഉപഹാരം നൽകുന്ന അനുവർ ഇപ്പോഴത്തെ ഡെന്നി സാർക്ക് ഞങ്ങളൊരു സ്നേഹോപകാരം നൽകുന്നതിന് വികാസിനെ ക്ഷണിക്കുന്നത്. നാലാളാണ് നമ്മുടെ അഡ്വക്കേറ്റ് രാജേഷിന് നമ്മുടെ ദാസിന്റെ ഒരു സ്നേഹോപകാരം നൽകാൻ ഷാജിയെ എന്റെ വിവാഹ ഫോട്ടോ എടുത്ത് ഷാജിയാണ് മാരേജ്. എന്റെ കൂടെ തലേ ദിവസം മുതൽ എന്റെ ഫോട്ടോ ഉണ്ടായി. വേണ്ട 3 ദിവസത്തെ പരിപാടി അല്ലേ 18. ഒരു മുഖമുദ്ര പതിക്കാനായിട്ട് നമ്മൾ മുമ്പും അതിന് ശ്രമം നടത്തി വിജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങളാവുന്ന പോലെ ചെറിയൊരു സഹോപകാരം സ്കൂളിനായിട്ട് നൽകുകയാണ്. അതിന് ആസാദിനാണ് ആ ചുമതല. സ്വീകരിക്കാനായിട്ട് ഡെന്നി സാറെ ക്ഷണിക്കും. നന്ദി പറയുന്നു. സ്കൂളിലേക്ക് തന്ന ഉപഹാരം ഞാൻ ശ്രദ്ധിച്ചു. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചതിന് നന്ദി. നമ്മുടെ കൂടെ പഠിച്ചവരായിട്ടും ഞങ്ങളെ പഠിപ്പിച്ചവരായിട്ടും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ കുറച്ച് ആളുകളുണ്ട്. അവരുടെ പേര് വിവരങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്നാലും ഈ അവസരത്തിൽ അവരോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഇപ്പോൾ അവർക്ക് വേണ്ടി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയാണ്. നമ്മളുടെ ഒരു പ്രധാനമായിട്ടുള്ള 3 അധ്യാപകരും സ്റ്റുഡൻസിലുള്ള ഒരു 3 പേരും നമ്മുടെ അറിവ് പ്രകാരം ഇപ്പോ ഇല്ല എന്ന അറിവായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥന. കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇവിടെ വരിക, ഒരു പേരും അതിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. എൻ്റെ ഭാര്യ വന്ദന ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പറാണ്. എൻ്റെ മോൻ സാരൻ 9th പഠിക്കുന്നു. മോള് ദർശന, രണ്ടുപേരും ഭാവൻ വിദ്യാമന്ദിർ കൊച്ചിയിൽ പഠിക്കുന്നു.
പീറ്റർ സാറിനെ പറ്റി പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക 3rd സ്റ്റാൻഡേർഡ് മുതൽ പരിചയമുള്ള സാറാണ്. സാറിൻ്റെ വീട്ടിനടുത്താണ്. സാറിൻ്റെ അച്ഛനാണ് എന്നെ 4th മുതൽ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ പീറ്റർ സാറിനെ അറിയാം. പിന്നെ സാമാശ്രം ഡ്രൈവറാണ്. പിന്നെ രാജേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ റിലേഷനും കൂടിയുണ്ട്, പ്ലസ് നൈബറും കൂടിയാണ്. രവി സാർ മാത്രമേ എളുപ്പത്തിൽ ഒരു കുടുംബമായിട്ട് കാണുന്നത്. ബാക്കി എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിൽ പോയിരിക്കുന്നത് പറഞ്ഞാൽ പണ്ടേ പീറ്റർ സാറിനെയും സാമാശ്രയും പേടിയായിരുന്നു. കാരണം അന്ന് ചൂരിൽ പിടിച്ച് നടക്കുന്നുണ്ട്. അതേ ബഹുമാനം തന്നെ ഇപ്പോൾ കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴും ബാക്കിൽ പോയിരുന്നത്. സാറെ നമസ്കാരം പറഞ്ഞത് മാറി ആദ്യം വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ബാക്കിലേക്ക് പോയി മക്കളെയും പരിചയപ്പെടുത്തിക്കൊണ്ടത്. കാരണം ഇപ്പോഴത്തെ സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി. കാരണം മോൻ്റെ ക്ലാസ്സിൽ പോകുമ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരു തല്ലിൽ നിന്നും എന്താണെന്ന് അറിയില്ല, ചൂരിൽ എന്താണെന്ന് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടിക്കാലം അങ്ങനെയല്ല, വളരെ ഇതാണ്. നിങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് പിറ്റേ ദിവസം നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഇല്ല എന്ന് പറഞ്ഞാൽ ചൂരിക്കാട്ടായ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. അപ്പോൾ മോൻ ചോദിച്ചു ഏറ്റവും കൂടുതൽ തല്ല് കിട്ടിയത് ഈ ഇരിക്കുന്നതിൽ ആരാണെന്ന് ചോദിച്ചു. അപ്പം നീ വെയിറ്റ് ചെയ്തോ, ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, മോൻ്റെ കൊടുക്കുന്നുണ്ട്, അവർക്കായിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 500 രൂപ കൊടുക്കുന്നുണ്ടാകുമ്പോൾ സാമാന്യത്തിന് ഏറ്റവും കൂടുതൽ 500 കിട്ടിയെന്നുള്ളത് പറഞ്ഞപ്പോൾ അവരിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടം വേറെ തന്നെയായിരുന്നു. കാരണം ബന്ധങ്ങൾ ഇന്നും ഉണ്ട്. ഇപ്പോഴത്തെ ബന്ധങ്ങൾ പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം കുറേ കാലമായിട്ട് നീണ്ടുപോകുന്ന ബന്ധങ്ങളാണ്. അതേപോലെ എല്ലാവരും കാണാൻ പറ്റിയതിലും ഇത് സംഘടിപ്പിച്ച ആൾക്കാർ സച്ചി, വികാസ്, അൻവർ ഇവരാണ് ഇതിന് കുറേ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വാങ്ങിക്കാൻ സാർ തരും. അത് ഉദയകുമാറിനെയും ഫാമിലിയെ വിളിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉദയകുമാർ. പങ്കെടുക്കാൻ പറ്റിയ വലിയ ഭാഗ്യം. ഗിരീഷ് ഗിരീഷാണ്. പലർക്ക് ഞാൻ മനസ്സിലായില്ല. ഷാജി CJ ഷാജി പേര് ഷാജി CJ, ഭാര്യ ഷീജ, മകൻ ജുഗൽ ഷാജി, ടീച്ചറാണ്. ഷാജി വന്നത് കളക്ടീവ് സാറാണ്. Baiju come. Baiju and family please come. Baiju, come and thank you. Thank you. Shailu. अरे भयंकर गाना कर लो अदा है शैलू. ഞാൻ ശൈലു, മരുമകൾ പെങ്ങൾ. എല്ലാവർക്കും അറിയാമെങ്കിൽ പരിചയപ്പെടുത്താൻ വികാസ്. ശ്രീവത്സൻ. കുടുംബ
ദിനേശ് ദിനേശ് എന്താണ് ഗണേഷ് സന്തോഷ് കേരി ദിനേശ് എന്റെ വൈഫ് ശ്രീജ ടീച്ചർ ഞാൻ കൊല്ലാത്തര ബാംഗ്ലൂർ എന്റെ വൈഫ് ശ്രീജ സ്പെഷ്യൽ കെയർ ടീച്ചർ MRI സ്റ്റുഡൻസ് അങ്ങനെ സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ മക്കള് ഒന്ന് പിടിച്ചത് ആരും വൈകിട്ട് പരിചയപ്പെടുത്തിയല്ലോ BM സ്കൂളിൽ എപ്പോഴും മാത്രമല്ല BM സ്കൂളിൽ ഒരു വീഡിയോസ് ഉണ്ട് അതിനാണ് ഞാനിപ്പോൾ ഒരു പുതിയ സ്റ്റെപ്പ് നയിക്കുന്നുള്ളൂ. Thank you, Dinesh. Abdul Salam. Friends, Daddy, on Atul and Alvin. Atul 10th കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മൾ 10th കഴിഞ്ഞിട്ടുള്ള 10th വരെ നമ്മൾ പഠിച്ച ഈ കൂട്ടായ്മ അവർക്ക് തന്നെ കണ്ട് മനസ്സിലാക്കി അവരുടെ